ഇന്ന് എൻ്റെ വാചകമല്ല പാചകമാണ്. ലഞ്ചിന് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നേ, പിന്നെ ഒരു മീൻപീര ഉണ്ടാക്കിയേ, ഞങ്ങളുടെ നാട്ടിൽ ഇനി മീൻപീര എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു മുട്ട പൊരിച്ച് അത് ജസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു അയല വറുത്തതുണ്ട്. പിന്നെ അവസാനം ഒരു കാച്ചിമോരും കൂടെ ഉണ്ടാക്കി കേട്ടോ. ഇത്രയായിരുന്നു ഞങ്ങളുടെ ലഞ്ചിൻ്റെ കറികളെ. അപ്പോൾ നമുക്ക് ചോറുണ്ടാകും. നമ്മുടെ വീട്ടിൽ ലഞ്ചിന് ഒത്തിരി കറി വേണമെന്നൊന്നുമില്ല, 1-2 കറി മതി കേട്ടോ, മാക്സിമം 2 കറി. പക്ഷെ ഞാൻ താഴെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ നല്ല നെത്തോലി കണ്ടെന്നേ, അത് കണ്ടപ്പോൾ എനിക്കൊരു പീര വെക്കാൻ ആഗ്രഹം. നല്ല ടേസ്റ്റ് അല്ലേ നെത്തോലി പീരയ്ക്ക്? ഒത്തിരി നാളായിരുന്നേ വെച്ചിട്ടേ. പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി. നമ്മുടെ വീട്ടിൽ സാധാരണ പാവയ്ക്ക കൊണ്ട് തോരന ഉണ്ടാക്കുന്നത്, പക്ഷെ മെഴുക്കുവരട്ടി നാക്ക് പോയി. പക്ഷെ മീൻപീര ഉള്ളതുകൊണ്ട് മെഴുക്കുവരട്ടി വെച്ചതാണേ. പിന്നെ അയല അങ്ങ് വറുത്തു. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു. മുട്ട ഇല്ലാത്തതായിരുന്നു ലിസ്റ്റിൽ. ജസ്റ്റിക്ക് മുട്ട പൊരിച്ചതും കൂടെ വേണമെന്ന് പറഞ്ഞു. ജസ്റ്റ് തന്നെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ആഡംബരത്തിനൊരു മുട്ട പൊരിച്ചതും. ഇതിൻ്റെ എല്ലാം മണ്ടേ നല്ല കിണ്ണം കാച്ചിയ കാച്ചിമോര്. ഓഹ്, എന്നാ അടിപൊളി കോമ്പിനേഷനല്ലേ. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണേ, നല്ല കണ്ണിമാങ്ങ അച്ചാറ്. ചോറും കറിയൊക്കെ താങ്ക്സ് ടു അമ്മ എന്ന് പറയടാ. കെട്ടിയനും പറയാം. അപ്പൊ ശരിയെന്ന് കഴിച്ചേച്ചും വരാം.